ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുഞ്ഞിന് ചോറ് കൊടുക്കണ ഒരു രീതിയാണ് കാണിക്കാൻ പോണത് കേട്ടോ. പലരും പല ടൈപ്പിലാണ്, ഇതിലും ബെറ്ററായിട്ടൊക്കെ കൊടുക്കണവരുണ്ട്. പക്ഷെ ഞാനിങ്ങനെയാണ് കൊടുക്കാറ്. ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ചോറ് കൊടുക്കണമല്ല, ഇപ്പം മോന് 9 മാസമായിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് വെജിറ്റബിളൊക്കെ എല്ലാ ദിവസവും ആഡ് ചെയ്തിട്ട്, പിന്നെ നമ്മുടെ സാധാ റൈസും കൂടെ, വൈറ്റ് റൈസ് അല്ല കേട്ടോ, നമ്മൾ മറ്റേ മട്ട അരിയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ വൈറ്റ് റൈസ് അല്ല യൂസ് ചെയ്യണത്. പിന്നെ ഞങ്ങൾ ഇവിടെയുള്ള ടൈപ്പ് ഈ പച്ചരി പോലത്തെയാണ് ഇവിടെ കുട്ടികൾക്ക് കൊടുക്കണ ചെറിയ ടൈപ്പ് അരിയുണ്ട്, അതും ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. അതും നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പ് അതും കൂടെ കൂട്ടി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. ഉപ്പ് പേരിന് കുറച്ചേ ചേർക്കുള്ളൂ കേട്ടോ. ഉപ്പില്ലാതെ കഴിക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത, ഒരു ഓക്കാനം പോലെയൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ കാരണം പേരിന് ഞാൻ ഉപ്പ് കുറച്ചേ ചേർക്കുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ട് അങ്ങനെ ആ അരിയാകുമ്പോൾ നല്ലപോലെ അങ്ങനെ വെന്തുടയും പരിപ്പുമായിട്ട്. അപ്പോൾ ഈ നമ്മുടെ ചോറിന് കുറച്ച് വേവുള്ള അരിയാണ്, മട്ട അരിയാണെങ്കിൽ നല്ല വേവുണ്ട്. അപ്പോൾ നമ്മൾ സാധാ വേവിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കുക്കറിലോട്ട് ഇട്ടിട്ട് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ, മത്തങ്ങയോ ക്യാരറ്റോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് അങ്ങനെയാണ് ഇപ്പോൾ കൊടുക്കാറ്. കുഴപ്പമില്ല, അവൻ കഴിക്കാനുണ്ട്. പിന്നെ അല്ലാത്ത സമയത്ത് വേറെയുള്ള ഫുഡൊക്കെ കൊടുക്കാറുണ്ട്, ഏത്തപ്പഴം പുഴുങ്ങിയത് അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഇന്ന് എന്താണെന്ന് വെറുതെ ഒന്ന് കാണിച്ചു തരാം. ചിലപ്പോൾ ആൾക്കാരൊക്കെ പറയും ഇങ്ങനെ എല്ലാ ഇതിലും നല്ലപോലെ കൊടുക്കണം എന്ന്. അപ്പോൾ വേറെ രീതിക്കൊക്കെ ഏതൊക്കെ ഫുഡാണ് കൊടുക്കാമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഞാൻ എന്താ ചെറിയൊരു ക്യാരറ്റ് നന്നായിട്ട് കഴുകി കനം കുറച്ച് അരിഞ്ഞിട്ട് കുക്കറിൽ ഇട്ടിരിക്കുവാണ് കേട്ടോ. ഇനി നമ്മുടെ ചോറ് ഇതാ വെന്ത് റെഡിയായി ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്ന് കുറച്ച് അവന് കഴിക്കാൻ മാത്രം കുറച്ച് കുക്കറിലോട്ട് ഇട്ടിട്ട്, ചോറ് കുറച്ച് എടുക്കുള്ളൂ, വെജിറ്റബിളാണ് കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട്. നന്നായിട്ട് ഒരു 3-4 വിസിൽ കേൾക്കുമ്പോഴത്തേനും നല്ലപോലെ ഉടയും. എന്നിട്ട് നമ്മൾ കൊടുക്കുക ചെയ്യണം. അപ്പോൾ നമുക്ക് റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് റൈസ് എടുത്തിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഇത് മുഴുവനൊന്നും കഴിക്കില്ല കേട്ടോ, അവൻ്റെ ഒരു മൂഡ് പോലെയൊക്കെ ഇരിക്കും. പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഇതിനകത്തുനിന്ന് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും. വേറെ ഇനിയിപ്പോൾ സാധാ വെള്ളം ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് മാറണ്ടല്ലോ. അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ആഡ് ചെയ്ത് ഉപ്പിട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ട് നമുക്ക് റെഡിയാക്കാം. ഇതാ ഉറക്കി കിടത്തിയാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ചോറിന സമയമായിരുന്നോടാ, ചോറ് കഴിക്കാൻ സമയമായല്ലേ. അപ്പോൾ ഇതാ ഒരു നുള്ള് മഞ്ഞപ്പൊടിയും ഒരു ശകല ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു 3-4 വിസിൽ കേൾപ്പിച്ചിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കത് റെഡിയാക്കിയിട്ട് മോന് ചോറ് കൊടുക്കാം. അപ്പോൾ എന്തായാലും നല്ല വേറെ വെറൈറ്റീസ് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്ത് പറഞ്ഞു കേട്ടോ. ടാറ്റാ ബൈ പറഞ്ഞു. ബൈ.